അതാണ് മിസ്റ്റർ ബിഗ്. അല്ല. അപ്പൊ അതായിരിക്കും. അല്ല. അപ്പൊ ഇതാണല്ലേ മിസ്റ്റർ ബിഗ്. അണ്ണാ, ഞങ്ങൾ അറിവില്ലായ്മോട് ചെയ്തതാ. പിന്നെന്താ, ഇതെല്ലാം ഒരു ചെറിയ തെറ്റിദ്ധാരണയാണ്. എൻ്റെ മകളുടെ കല്യാണ ദിവസം തന്നെ നിങ്ങൾ ഇവിടെ വന്നു കയറി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിർബന്ധിച്ചു കൊണ്ടുവന്നെയാണ്. ചുരുക്കി പറഞ്ഞ ഇത് നിങ്ങളുടെ കാറാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇത് നിങ്ങളുടെ മകളുടെ കല്യാണക്കാര്യം തീരെ അറിയില്ലായിരുന്നു. ഞാൻ നിന്നെ വിശ്വസിച്ചു നിക്കി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിന്നെ സ്വാഗതം ചെയ്തു. ഒരുമിച്ച് കഴിച്ചു. ഗ്രാൻഡ്മ നിനക്ക് വേണ്ടി കനോളി ഉണ്ടാക്കി. ഇതിനൊക്കെ നീ എനിക്ക് പ്രതിഫലം തന്നത് എന്താണ്? ഒരു ശ്രൂവിൻ്റെ ചന്തിയിലെ രോമം കൊണ്ടുണ്ടാക്കിയ കാർപ്പറ്റ്, ശ്രൂ ബഡ് കാർപ്പറ്റ്. നീ എന്നെ അപമാനിച്ചു, എൻ്റെ ഗ്രാൻഡ്മയെ അപമാനിച്ചു. ആ കാർപ്പറ്റിലാണ് ഗ്രാൻഡ്മയെ അടക്കം ചെയ്തത്. എൻ്റെ കൺമുന്നിൽ നീ വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ നീ ഇവിടെ ഇവളുമായി ചുറ്റിത്തിരിയുന്നു. ആരാ നീ? എന്തിനായി നാടകം? ഇവളൊരു മൈമാണ്. മൈമോൾ ഒരിക്കലും സംസാരിക്കില്ല. നീ ഒരു മൈമാണെങ്കിൽ ഒരിക്കലും സംസാരിക്കില്ലേ. ഞാനൊരു പോലീസ് ഓഫീസറാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങളുടെ കാറിൽ വെച്ചാണ് അവസാനമായിട്ട് അയാളെ കണ്ടിരിക്കുന്നത്. അത് കാരണം നിങ്ങൾ തന്നെ പറയണം ആ ഒട്ടേറിന് എന്ത് സംഭവിച്ചെന്ന്. അതറിഞ്ഞാൽ മാത്രമേ ഞാൻ പോകൂ. എങ്കിലേ നിനക്കൊരപേക്ഷയുണ്ട്. ഒരു ഹലോ പറ ഗ്രാൻഡ്മയോട്. ഐസിലിട്. ഒന്നും പറയില്ല. നമ്മുടെ ഡാൻസിന്റെ സമയമായി. ഞാൻ പറഞ്ഞതല്ലേ എന്റെ കല്യാണത്തിന് ആരെയും ഐസിലിടരുതെന്ന്. ഡാഡിക്ക് പറ്റില്ല ബേബി, എനിക്കത് ചെയ്യണം. ഐസിലിട. ഈ മുയലാണ് ഇന്നലെ എന്റെ ജീവൻ രക്ഷിച്ചത്, ആ വലിയ ഡോണറ്റിൽ നിന്ന്. അതെയോ? നിങ്ങളുടെ ഡ്രസ് നന്നായിട്ടുണ്ട്. ഓ, താങ്ക് യു. അവരെ താഴെ ഇറക്കും. നീ എനിക്ക് വേണ്ടി വലിയ കാര്യമാണ് ചെയ്തത്. ആ നീർനായയെ കണ്ടെത്താൻ ഞാൻ സഹായിക്കാം. നിങ്ങളോട് നന്ദിയുണ്ട്.